ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് മെയ്ഡ് ഈസി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ പർച്ചേസ് കൺസിഡറേഷൻ ആണ്. ഇത് അക്കൗണ്ടിങ്ങിൻ്റെ പോർഷനായിട്ട് വരുന്നതാണ് പർച്ചേസ് കൺസിഡറേഷൻ. നമുക്ക് നോക്കാം. എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ? ഇറ്റ് ഈസ് ദ അഗ്രഗേറ്റ് ഓഫ് ദ ഷെയർസ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ആൻഡ് ദ പേയ്മെൻറ്റ് മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ആൻഡ് അതർ അസറ്റ്സ് ബൈ ദ ട്രാൻസ്ഫറർ കമ്പനി ടു ദ ട്രാൻസ്ഫറി കമ്പനി. ട്രാൻസ്ഫറർ കമ്പനി മീൻസ് ഏത് കമ്പനിയുടെ ബിസിനസ് ആണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ കമ്പനിയാണ് ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. ട്രാൻസ്ഫറി കമ്പനി മീൻസ് ഏത് കമ്പനിയാണോ ബിസിനസ് ഏറ്റെടുക്കുന്നത് ആ കമ്പനിയാണ് ട്രാൻസ്ഫറി കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫറി കമ്പനി ഇതിന് എന്ത് കൊടുക്കണം? പേയ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന ആ ടോട്ടൽ എമൗണ്ട് ഒന്നുകിൽ അത് ഷെയർസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റീസ് ഡിബെഞ്ചേഴ്സ് പോലുള്ള മറ്റ് സെക്യൂരിറ്റീസ് ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസറ്റ്സ് കൊടുത്ത് സെറ്റിൽ ചെയ്യുമായിരിക്കും. എന്തോ ആയാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടലിനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബിസിനസ് ഏറ്റെടുത്ത് നടത്താൻ പോകുമ്പോൾ ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഷെയറോ മറ്റ് സെക്യൂരിറ്റീസോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ ഇതിൻ്റെ മിക്സ് ചെയ്തും കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുന്ന ആ ടോട്ടലിനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഈ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ആ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലംസം മെത്തേഡ് ഉണ്ട്, നെറ്റ് അസറ്റ് മെത്തേഡ് ഉണ്ട്, നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്, ഇൻട്രിൻസിക് വാല്യൂ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഷെയർസ് മെത്തേഡ് ഉണ്ട്. ഇനി നമുക്ക് ഓരോ മെത്തേഡ്സും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ലംസം മെത്തേഡാണ്. ഇവിടെ ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് ആ എമൗണ്ട് അങ്ങ് പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലംസം മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് സം കൊടുത്ത് അങ്ങ് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ എഗ്രീസ് ബിറ്റ്വീൻ ദ ട്രാൻസ്ഫറർ കമ്പനി ആൻഡ് ദ ട്രാൻസ്ഫറി കമ്പനി ടു പേ എ ഫിക്സഡ് സം. അവിടെ വേറെ ഒന്നും ഷെയർസോ സെക്യൂരിറ്റീസോ അങ്ങനെ ഒന്നുമില്ല. ഒരു ഫിക്സഡ് സം എന്ത് ചെയ്യുന്നു, രണ്ടുപേരും കൂടെ എഗ്രി ചെയ്ത് അതെന്ത് ചെയ്യുക, പേ ചെയ്യുക. അതാണ് ലംസം മെത്തേഡ് ഫോളോ ചെയ്യുവാണെങ്കിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നെറ്റ് അസറ്റ്സ് മെത്തേഡ്. ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഫൈൻഡിങ് ഔട്ട് ദ നെറ്റ് വർത്ത് ഓഫ് ദ ബിസിനസ്. ഫസ്റ്റ് എന്ത് ചെയ്യും? നെറ്റ് വർത്ത് ഓഫ് ദ ബിസിനസിന്റെ നെറ്റ് വർത്ത് എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. മീൻസ് ദ അഗ്രഗേറ്റ് ഓഫ് അസറ്റ്സ് ടേക്കൺ ഓവർ മൈനസ് ദ എഗ്രീഡ് വാല്യൂസ് ഓഫ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ. അതായത് കമ്പനിക്ക് ആ ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റുകൾ എത്രയാണ് ഏറ്റെടുക്കാൻ പോകുന്നത് അതിൻ്റെ അഗ്രഗേറ്റ് എടുക്കുക. അതിൽ നിന്നും ആ കമ്പനിയുടെ ഏതൊക്കെ ലയബിലിറ്റീസ് ആണ് ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കാൻ പോകുന്നത് അതെന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ആ കിട്ടുന്നതിനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അസറ്റ്സ് എടുക്കുമ്പോൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിന്റ്സ് ടു ബി കൺസിഡേർഡ് ഇൻ കേസ് ഓഫ് അസറ്റ്സ് എടുക്കുമ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അസറ്റ്സിനകത്ത് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ലൈക്ക് പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സെട്ര ഷുഡ് നോട്ട് ബി ടേക്കൺ. ഇങ്ങനെയുള്ള ഫിക്റ്റീഷ്യസ് അസറ്റ്സുകൾ ഒന്നും തന്നെ എടുക്കത്തില്ല. പ്രിലിമിനറി എക്സ്പെൻസുകൾ, ഷെയറോ ഡിബെഞ്ചേഴ്സോ ഇഷ്യൂ ചെയ്തപ്പോൾ വന്നിരിക്കുന്ന ഡിസ്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇത് നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരുന്ന അക്യുമുലേറ്റഡ് ലോസ് ആണ്. ഇങ്ങനെയുള്ള ഫിക്റ്റീഷ്യസ് അസറ്റ്സുകൾ ഒന്നും അസറ്റ്സ് ടോട്ടൽ ചെയ്യുമ്പോൾ എടുക്കില്ല. നെക്സ്റ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ലൈക്ക് ഗുഡ് വില്ല്, പേറ്റന്റ്, ട്രേഡ് മാർക്ക് എക്സെട്ര ആർ ടു ബി ടേക്കൺ. അതായത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ടുള്ള ഗുഡ് വില്ല്, പേറ്റന്റ്, ട്രേഡ് മാർക്ക് ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ, ഇത് ഫുള്ളായിട്ട് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കത്തില്ല. ഇതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും, ടോട്ടൽ അസറ്റ്സ് എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് അൺലെസ് അതർവൈസ് സ്റ്റേറ്റഡ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആർ ടേക്കൺ. ഇനി ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും എടുക്കില്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അസറ്റ്സിൽ ഉൾപ്പെടുത്തത്തില്ല. ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും.
ഇത്രയും കാര്യങ്ങൾ അസറ്റ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, ദ പോയിന്റ്സ് ടു ബി കൺസിഡേർഡ് ഇൻ കേസ് ഓഫ് ലയബിലിറ്റീസ് ടേക്കൺ. ലയബിലിറ്റീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ലയബിലിറ്റി ഡസ് നോട്ട് ഇൻക്ലൂഡ് റിസർവ് ഫണ്ട്സ്. റിസർവ് ഫണ്ടുകൾ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ലയബിലിറ്റിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അതായത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, റിസർവ് ഫണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഇൻവെസ്റ്റ്മെന്റ് അലവൻസ് റിസർവ്, ഷെയർ പ്രീമിയം എക്സെട്ര. ഇതെല്ലാം ഷെയർ ഹോൾഡേഴ്സിന് വരുന്ന ഫണ്ടുകളാണ്. ഇതൊന്നും തന്നെ എന്ത് ചെയ്യത്തില്ല, ലയബിലിറ്റിയിൽ എടുക്കത്തില്ല. ഇനി എനി ഫണ്ട് ഓർ പാർട്ട് ഓഫ് ഫണ്ട് വിച്ച് റെപ്രസെന്റ് ദ ലയബിലിറ്റി ടു തേർഡ് പാർട്ടി മസ്റ്റ് ബി ഇൻക്ലൂഡഡ്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞ റിസർവ് ഫണ്ടുകളെല്ലാം ഷെയർ ഹോൾഡേഴ്സിന് വരുന്ന ഫണ്ടുകളാണ്. എന്നാൽ ഇനി ഒരു തേർഡ് പാർട്ടിക്ക് പോകുന്ന ഫണ്ടുകളോ അല്ലെങ്കിൽ ഫണ്ടിന്റെ പാർട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട്, വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഫണ്ട്, ഇതെല്ലാം എംപ്ലോയീസിന് പോകുന്നതാണ്. ഇതെല്ലാം എന്ത് ചെയ്യും, നമ്മൾ ലയബിലിറ്റീസ് എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യും. നെക്സ്റ്റ്, ഓൺലി ഇൻക്ലൂഡിങ് എക്സ്റ്റേണൽ ട്രേഡ് ലയബിലിറ്റീസ്. നമ്മളിവിടെ എടുക്കുമ്പോൾ എക്സ്റ്റേണൽ ട്രേഡ് ലയബിലിറ്റീസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഉൾപ്പെടുത്തത്തുള്ളൂ. നോൺ ട്രേഡ് ലയബിലിറ്റീസ് ഉൾപ്പെടുത്തത്തില്ല. ട്രേഡ് ലയബിലിറ്റീസിൽ വരുന്നത് ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും മാത്രമാണ്. ഇതാണ് എവിടെ കൺസിഡർ ചെയ്യുന്നത്, പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ലയബിലിറ്റീസ് ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂസ് എടുക്കുമ്പോൾ എടുക്കുന്നത് ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ആണ്. നോൺ ട്രേഡിംഗ് ലയബിലിറ്റീസ് ലൈക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകളോ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് കൺസിഡേർഡ്, അത് എന്ത് ചെയ്യത്തില്ല, എടുക്കത്തില്ല. Next, liability on debentures should be transferred to the purchasing company by crediting it to the realization account. അപ്പോൾ ഡിബഞ്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യത്തില്ല, പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലയബിലിറ്റിയിൽ ഉൾപ്പെടുത്തത്തില്ല. അത് പിന്നെ എന്താ ചെയ്യുന്നത്, പർച്ചേസിങ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യുക, റിയലൈസേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. അത് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലയബിലിറ്റിയിൽ നെറ്റ് അസറ്റ്സ് മെത്തേഡ് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് നെറ്റ് അസറ്റ്സ് മെത്തേഡ് ഫോളോ ചെയ്യുവാണെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടുന്നത്. നെക്സ്റ്റ് വരുന്നത് നെറ്റ് പേയ്മെന്റ് മെത്തേഡ് ആണ്. അതിന്റെ പേര് പോലെ തന്നെ നെറ്റ് പേയ്മെന്റ്, അതായത് ട്രാൻസ്ഫറർ കമ്പനിക്ക് ഏതെല്ലാം പേയ്മെന്റുകൾ നടത്തിയിട്ടുണ്ടോ അതിന്റെ ടോട്ടലിനെയാണ് നെറ്റ് പേയ്മെന്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പർച്ചേസ് കൺസിഡറേഷൻ ഈസ് അറൈവ്ഡ് അറ്റ് ബൈ ആഡിങ് അപ്പ് ക്യാഷ് പെയ്ഡ് ആൻഡ് ദ അഗ്രീഡ് വാല്യൂസ് ഓഫ് ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദ ട്രാൻസ്ഫറിംഗ് കമ്പനി ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ഇൻ ഡിസ്ചാർജ് ഓഫ് ദ പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ പർച്ചേസിങ് കമ്പനി ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടാവും, ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ടാവും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാത്തിൻ്റെയും ടോട്ടലിനെയാണ് നെറ്റ് പേയ്മെന്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 1,00,000 രൂപ ക്യാഷ് ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, 1,00,000 ഷെയർസ് ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, 50,000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 1 lakh ക്യാഷ് പ്ലസ് ഷെയർസിന്റെ 1 lakh പ്ലസ് ഡിബഞ്ചേഴ്സിന്റെ 50,000. അപ്പോൾ 2,50,000 ആയിരിക്കും എന്ത് നെറ്റ് പേയ്മെന്റ് മെത്തേഡ് വെച്ചിട്ട് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് നെറ്റ് പേയ്മെന്റ് മെത്തേഡ് ബിക്കോസ് ദ പർച്ചേസ് കൺസിഡറേഷൻ അണ്ടർ ദിസ് മെത്തേഡ് ഈസ് ദ ടോട്ടൽ ഓഫ് പേയ്മെന്റ് മെയ്ഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ഈവൻ ആഫ്റ്റർ അസ്യൂമിങ് ദ ലയബിലിറ്റീസ്. അപ്പോൾ ട്രാൻസ്ഫറർ കമ്പനിയുടെ ലയബിലിറ്റീസ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ലയബിലിറ്റീസ് എല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം എന്ത് ടോട്ടൽ പേയ്മെന്റ് ആണോ നടത്താൻ പോകുന്നത് ആ ടോട്ടൽ പേയ്മെന്റിനെയാണ് നെറ്റ് പേയ്മെന്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് എക്സ്ചേഞ്ച് ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്. ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് മെത്തേഡ് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദ ഷെയർസ് ഓഫ് ബോത്ത് ദ കമ്പനീസ് ഇസ് കാൽക്കുലേറ്റഡ്. ഫസ്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, രണ്ട് കമ്പനിയുടെയും ഷെയർസിന്റെ ഇൻട്രിൻസിക് വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ട് കമ്പനി, അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെയും ട്രാൻസ്ഫറിംഗ് കമ്പനിയുടെയും ഷെയർസിന്റെ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. And then the transfer company issue the shares to the transferring company on the basis of this value. ആ intrinsic valueന്റെ ബേസിസിൽ
ട്രാൻസ്ഫറർ കമ്പനിക്കിലെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുക, ട്രാൻസ്ഫറി കമ്പനിയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക, ഷെയർസ് കൊടുക്കുക. അതാണ് ഏത് മെത്തേഡിൽ ചെയ്യുന്നത്, ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡിൽ ചെയ്യുന്നത്. രണ്ട് കമ്പനിയുടെയും ഷെയർസിന്റെ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിന്റെ ബേസിസിൽ ട്രാൻസ്ഫറർ കമ്പനിയെ സെറ്റിൽ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫറി കമ്പനിയുടെ ഷെയർസ് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. ഏതിന്റെ ബേസിസിൽ, ഓൺ ദ ബേസിസ് ഓഫ് ഇൻട്രിൻസിക് വാല്യൂ. ഇൻട്രിൻസിക് വാല്യൂവിന്റെ ബേസിസിൽ ട്രാൻസ്ഫറി കമ്പനിയുടെ ഷെയർസ് ആർക്ക് കൊടുക്കുക, ട്രാൻസ്ഫർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. അതാണ് ഇതിനകത്ത് വരുന്നത്, ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡിൽ വരുന്നത്. ഇത്രയാണ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ലംസം മെത്തേഡ് ഉണ്ട്, നെറ്റ് അസറ്റ് മെത്തേഡ് ഉണ്ട്, നെറ്റ് പേയ്മെന്റ് മെത്തേഡ്, എക്സ്ചേഞ്ച് ഓഫ് ഷെയർസ് മെത്തേഡ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്. ഓക്കെ, താങ്ക് യു.